കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നിധി സുധീഷിനോട് ആകെ വിഷമത്തോടു കൂടെ വന്ന് പറയുന്നുണ്ട്, സുധീഷ്, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി തരപ്പെടുത്തണം. പഠിച്ച പണി തന്നെ വേണമെന്നൊന്നുമില്ല. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ജോലിയിൽ എനിക്ക് കയറി പറ്റണം. എൻ്റെ ഈ ആകെ അപ്സെറ്റായ മനസ്സിനെ ഒന്ന് മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് ഒരു ടൈം പാസിന് എനിക്ക് എന്തെങ്കിലും ഒരു ജോലി നോക്കുന്നത് എന്നൊക്കെ പറയും. അന്നേരം തന്നെ സുധീഷ് ഉറപ്പ് കൊടുക്കുന്നുണ്ട്, താൻ എന്നോട് ആദ്യമായിട്ടൊരു കാര്യം ചോദിച്ചതല്ലേ, എന്തായാലും ഞാനത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും നടന്നു നീങ്ങി. പിറ്റേന്ന് രാവിലെ നിധി നിൽക്കുമ്പോൾ കാണുന്നത് സുഭാഷേട്ടൻ ചായ വെക്കുന്നതാണ്. ഈ അനന്മാരൊക്കെ ഉണ്ടല്ലോ, എല്ലാവരും അങ്ങ് കൂർക്കം വലിച്ചുറങ്ങാണ്. നിധി അതൊന്നും തന്നെ നോക്കി നിന്നില്ല. നേരെ ഒരു പാത്രമെടുത്തിട്ട് ഒരു തട്ടുമുട്ടുമായി എല്ലാവരെയും അങ്ങോട്ടേക്ക് എഴുന്നേൽപ്പിച്ചു. എല്ലാവരും പല്ല് തേക്കാനും കുളിക്കാനും ഒക്കെ ഓടുമ്പോൾ നിധി സുഭാഷിൻ്റെ അടുത്തേക്ക് മെല്ലെ ചെന്ന് ചോദിച്ചു, സുഭാഷേട്ടാ, ഞാൻ ചായ ഇട്ടോട്ടെ? അയ്യോ മോളെ, ഇതൊക്കെ ഞാൻ ഇട്ടോളാമെന്ന് സുഭാഷ് പറഞ്ഞുവെങ്കിലും നിധി സമ്മതിച്ചില്ല. ഹേയ്, അതൊന്നും കുഴപ്പമില്ല ഏട്ടാ, ഞാൻ ഇട്ടോളാമെന്നൊക്കെ പറഞ്ഞ് അവൾ അതങ്ങ് ഏറ്റെടുത്തപ്പോൾ പാല് തിളച്ചപ്പോൾ നിധി ചോദിക്കുകയാണ്, ഇതിൽ ചായപ്പൊടി ഇടാലോ അല്ലേ? ഇടാമെന്ന് സുഭാഷ് പറഞ്ഞതോടുകൂടി തന്നെ ആ ചായപ്പൊടി പാത്രം അതിലേക്ക് അങ്ങ് കമഴ്ത്തി. സുഭാഷ് ഒന്ന് തടയാൻ നോക്കുന്നത് മുൻപേ തന്നെ സംഗതി പാത്രത്തിലെത്തിയിരുന്നു. എന്നിട്ട് ഒരു ചിരിയോടെ തന്നെ അതങ്ങ് ഇളക്കാണ്. പഞ്ചസാര ഇടട്ടെ എന്ന് ചോദിച്ചതും ദാ വരുന്നു. വാരിക്കോരി കുറേ പഞ്ചസാരയും അങ്ങിട്ടു. സുഭാഷ് ആകെ അന്തം വിട്ടുപോയി. ഈശ്വര, ഇനി ഇത് കുടിക്കാൻ പറ്റുമോ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയാണ് സുഭാഷ്. ചായ റെഡിയായപ്പോൾ തന്നെ നിധി ഓരോ ഗ്ലാസ്സിലാക്കിയിട്ട് സുഭാഷിനും ഭാസ്കരനുമൊക്കെ ആ ഒരു ചായ കൊടുത്തു. മരുമകൾ ആദ്യമായി ഉണ്ടാക്കി തരുന്ന ചായയല്ലേ എന്ന് പറഞ്ഞ് ഭാസ്കരൻ വലിയ സന്തോഷത്തോടെ തന്നെ അത് വാങ്ങിച്ചു. സുധീഷും നികേഷും ഹരീഷും ഒക്കെ ചായ കുടിക്കാൻ തുടങ്ങി. സുഭാഷ് ഒരു സിപ്പ് എടുത്തപ്പോൾ തന്നെ പണി പാളിയെന്ന് മനസ്സിലായി. പക്ഷേ അവൻ ഒന്നും തന്നെ മിണ്ടാതെ വെറുതെ ഉമ്മറത്തേക്ക് നോക്കിയിരുന്നു. ഹരീഷ് ചായ കണ്ടപ്പോഴേ പന്തികേട് തോന്നിയിരുന്നു. എങ്ങനെയുണ്ട് ഹരീഷ് ചായ എന്ന് നിതീഷ് ചോദിച്ചപ്പോൾ അവൻ പാവം, ആ കൊള്ളാമേട്ടത്തി കുഴപ്പമില്ല എന്ന് കഷ്ടപ്പെട്ടങ്ങ് പറഞ്ഞു. സുധീഷ് ആണെങ്കിൽ ഒരു പടി കൂടെ കടന്ന് സൂപ്പർ ചായ സുഭാഷേട്ടൻ ഉണ്ടാക്കുന്നതിനേക്കാൾ അടിപൊളിയായിട്ടുണ്ട് എന്നങ്ങ് അടിച്ചു വിട്ടു. ഒടുവിൽ നികേഷിനോട് ചോദിച്ചപ്പോൾ അവൻ മുഖത്ത് നോക്കി പറഞ്ഞു, സത്യം പറയാമേട്ടത്തി, വിഷമമൊന്നും തോന്നരുത്, ഈ ചായ ഒട്ടും കൊള്ളില്ല. എന്ത് കൊള്ളില്ലെന്നോ അവൾ വിഷമത്തോടെ ചോദിക്കുമ്പോൾ ഏട്ടത്തി തന്നെ ഇതൊന്ന് കുടിച്ചു നോക്കുകയെന്ന് പറയാണ്. അങ്ങനെ നിധി ഒന്ന് രുചിച്ചു നോക്കിയതും ആകെ അമ്പരന്ന് പോയി. കയ്പും മധുരവും ചവർപ്പൊക്കെ കലർന്ന് എന്തൊക്കെയോ വിചിത്രമായൊരു മിക്സ്. അയ്യേ, ഇത് ഇറക്കാൻ പോലും പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവൾ ആകെ ചമ്മിപ്പോയി. സോറി കേട്ടോ, എനിക്കറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്നങ്ങ് സ്കൂട്ടാവാണ്. പിന്നീട് അങ്ങനെ സുധീഷ് തൻ്റെ കൂട്ടുകാരനോട് സംസാരിച്ച് നിധിക്ക് വേണ്ടിയിട്ട് ഒരു ജോലി ശരിയാക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഒഴിവില്ലെന്ന് കൂട്ടുകാരൻ പറഞ്ഞു. എടാ, ജോലി കൊടുക്കണമെന്നില്ല, വെറുതെ ഒരു ഇൻ്റർവ്യൂ എങ്കിലും നടത്തിയാൽ മതിയെന്ന് സുധീഷ് നിർബന്ധിച്ചു. അവസാനം കൂട്ടുകാരൻ അതിന് സമ്മതിക്കാണ്. സുധീഷ് ഓടിച്ചെന്ന് നിധിയോട് പറയുന്നുണ്ട്, സുഭാഷേട്ടൻ തനിക്കൊരു ജോലി ശരിയാക്കിയിട്ടുണ്ട്, നാളെയാണ് ഇൻ്റർവ്യൂ, നീ പോവണമെന്ന് പറയുന്നുണ്ട്. നിധിക്കാണെങ്കിൽ അത് കേട്ടപ്പോൾ തന്നെ ഒരുപാടധികം സന്തോഷമായി. പിറ്റേന്ന് രാവിലെ തന്നെ ഡ്രസ്സൊക്കെ തേച്ച് മിനുക്കിയിട്ടിക്കൊണ്ട് തന്നെ അവൾ ഇൻ്റർവ്യൂവിന് പോകാൻ റെഡിയായിരുന്നു. ഇതൊരു വ്യാജ ഇൻ്റർവ്യൂ ആണെന്ന് പാവം അവൾ അറിഞ്ഞിരുന്നില്ല. സുഭാഷേട്ടൻ തനിക്ക് വേണ്ടിയിട്ട് ഏർപ്പാടാക്കിയ ജോലിയാണെന്നാണല്ലോ സുധീഷ് അവളോട് പറഞ്ഞിട്ടിരിക്കുന്നത്. അവിടെ എത്തിയപ്പോഴാണ് സത്യം പുറത്തു വരുന്നത്. തന്നെ പറ്റിക്കാൻ വേണ്ടി സുധീഷ് ഉണ്ടാക്കിയ നാടകമായിരുന്നു ഇത് എന്ന് മനസ്സിലാക്കിയതോടുകൂടി തന്നെ നിധിക്കത് വല്ലാത്തൊരു ഷോക്കായി. നിധി അവനോട് പൊട്ടിത്തെറിച്ചു. അവൾ നേരെ സുഭാഷിൻ്റെ അടുത്തേക്ക് ചെന്നു. സുഭാഷേട്ടാ, എന്തിനാ ഓഫീസിലേക്ക് എന്നെ അയച്ചത്? അവർക്കവിടെ ഇൻ്റർവ്യൂ ഒന്നുമില്ലല്ലോ, വെറുതെ എന്നെ പറ്റിക്കാനായിരുന്നോ എന്ന് നിധി പൊട്ടിത്തെറിക്കുമ്പോൾ സുഭാഷ് ആകെ വിഷമിച്ചു നിന്നു. മോൾ എന്നോട് ക്ഷമിക്കണം, ആ ഇൻ്റർവ്യൂ ഞാൻ ഏർപ്പാടാക്കിയതൊന്നുമല്ല, ഞാനൊരു ആർക്കിടെക്റ്റ് ഒന്നുമല്ല. അവൻ ആ ഒരു സത്യം അങ്ങ് വെളിപ്പെടുത്തി. സുധീഷ് അങ്ങനെയാണല്ലോ പറഞ്ഞത് എന്ന് നിധി ചോദിച്ചപ്പോൾ ഇല്ല മോളെ, ഞാനൊരു മേസ്തിരി മാത്രമാണ് എന്നവൻ പറഞ്ഞു. അവൻ പണിയെടുക്കുന്ന സൈറ്റിലേക്ക് അവളെ കൊണ്ടുപോയി. കണ്ടില്ലേ, ഇവിടെയാണ് ഞാൻ പണിയെടുക്കുന്നത്. സുധീഷ് നിന്നോട് വെറുതെ കള്ളം പറഞ്ഞതാണ്. അത് കേട്ടപ്പോൾ നിധിക്ക് ആകെ ദേഷ്യം വന്നു. അവൾ അവിടെ നിന്ന് നേരെ അമ്പലത്തിലേക്ക് പോയി. സുഭാഷ് ഉടനെ സുധീഷിനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു. ഡാ, അവൾ സത്യമെല്ലാം അറിഞ്ഞിരിക്കുന്നു. അവൾ ആകെ വിഷമിച്ച് എങ്ങോട്ടേക്കാ പോയതെന്നും അറിയില്ല. സുധീഷ് സുഭാഷിനോട് തട്ടിക്കയറി. സുഭാഷേട്ടനും അവളുടെ കൂടെ പോയിക്കൂടെ? അവൾ എവിടെയാണ് പോയതെന്ന് ആർക്കറിയാമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ അവൻ ചൂടായി. അവസാനം അവൻ അമ്പലത്തിൽ വെച്ച് നിധിയെ കണ്ടു. നീ ഒരു പച്ച കള്ളനാണ്. നിന്റെ വീടിനെക്കുറിച്ചും ചേട്ടനെക്കുറിച്ചൊക്കെ നീ എന്തിനാ എന്നോട് നുണ പറഞ്ഞത്? എന്നെ എന്തിനാ ഇങ്ങനെ കളിയാക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ അവൾ ദേഷ്യപ്പെട്ടു. അന്നേരം നികേഷ് അങ്ങോട്ടേക്ക് വരുമ്പോഴും സുധീഷ് ആകെ കൺട്രോൾ പോയി വീട്ടിലേക്ക് തിരിച്ചു പോയിരുന്നു. അവിടെ വെച്ച് അവൻ സുഭാഷിനോട് വീണ്ടും വഴക്കിട്ടു. നിങ്ങൾക്കെല്ലാവർക്കും അവളുടെ മുന്നിൽ വെച്ച് നല്ലവരാവണമല്ലേ, അതിനാണ് ഈ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഹരീഷ് ഇടയിൽ കയറി. എടാ, നീ മിണ്ടി പോവരുത്.
നിനക്കിത് പണ്ടേ പിടിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സുധീഷ് ഹരീഷുമായി വഴക്കുണ്ടാക്കി. സഹിക്കട്ട ഹരീഷ് സുധീഷിൻ്റെ മുഖത്തടിച്ചു. സുഭാഷ് അവനെ പിടിച്ചു മാറ്റാൻ ഇടയിൽ കയറി. ആ ദേഷ്യത്തിൽ സുധീഷ് ഹരീഷിനെ അടിക്കാൻ കൈയോങ്ങിയത് അറിയാതെ വന്നു വീണത് സുഭാഷിൻ്റെ കാരണത്താണ്. ആ സമയത്താണ് ഇത് കണ്ട് നികേഷും നിധിയും അങ്ങോട്ടേക്ക് വരുന്നത്. നികേഷ് കരഞ്ഞുകൊണ്ടു തന്നെ സുധീഷിനോട് ചോദിച്ചു, എന്തിനായിട്ടാ സുഭാഷേട്ടനെ തല്ലിയത്? സുഭാഷേട്ടൻ പാവല്ലേ, അവൻ പുറത്തു പോയിട്ട് പൊട്ടിക്കരഞ്ഞു. സുധീഷ് വന്ന് സോറി പറഞ്ഞുവെങ്കിലും സുഭാഷിന് അത് വല്ലാത്തൊരു സങ്കടമായിരുന്നു. എനിക്കറിയാം മോനെ, നീ അവനെ തല്ലാൻ ഓങ്ങിയപ്പോൾ എൻ്റെ മേൽ കൊണ്ടതാണെന്ന്. എന്നാൽ ഇത് നിധിക്ക് സഹിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾ ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് സുഭാഷേട്ടനാണ്. സുധീഷ് കൈവച്ചത് അവൾക്ക് വലിയ നോവായിരുന്നു. നീ അടിച്ചത് നിന്റെ ചേട്ടനെ മാത്രമല്ല എൻ്റെ ചേട്ടനെ കൂടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടതിനെ സുധീഷിനോട് നിധി അങ്ങ് പൊട്ടിത്തെറിക്കാണ്. സുധീഷ് ആകെ ഒറ്റപ്പെട്ട അവസ്ഥയിലായി. സുധീഷിൻ്റെ കൈ സുഭാഷേട്ടൻ്റെ കർണത്ത് പതിഞ്ഞ ആ ഒരു നിമിഷം മുതൽ ആ വീടാകെ ഒരു ശ്മശാന മൂകതയിൽ ആണ്ടുപോയിന്നും. നിധിയുടെ കണ്ണുകളിൽ അന്ന് കണ്ടത് വെറും ദേഷ്യമല്ലായിരുന്നു, മറിച്ച് താൻ വിശ്വസിച്ച ലോകം തകർന്നു വീണതിൻ്റെ ആഴത്തിൻ്റെ മുറിവായിരുന്നു. സുഭാഷേട്ടൻ ഒന്നും മിണ്ടാതെ വിറക്കുന്ന കൈകൾ കൊണ്ട് തന്നെ തൻ്റെ കവിൾ പൊത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ കിണറിൻ്റെ അങ്ങോട്ടേക്ക് നടന്നു. അവിടെ ഇരുന്ന് ആ വലിയ മനുഷ്യൻ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ വിങ്ങിപ്പൊട്ടി. നികേഷ് പിന്നാലെ ഓടിച്ചെന്ന് അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു. അകത്ത് നിധി സുധീഷിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അവളുടെ നോട്ടത്തിൽ നിന്ന് സുധീഷ് ആദ്യമായി തന്നെ ഭയന്നുപോയി. സുധീഷേ, നീ ഇന്ന് തല്ലിയത് ഈ വീടിൻ്റെ തൂണിനെയാണ്. നിന്റെ കള്ളത്തരങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വരുമ്പോഴും നിന്നെ ചേർത്ത് പിടിക്കാൻ നോക്കിയ ആ പാവത്തിനെ നീ ഇല്ലാതാക്കി കളഞ്ഞു. നിനക്ക് ആർക്കിടെക്റ്റും വലിയ ഉദ്യോഗസ്ഥനുമൊക്കെ ആവാം, പക്ഷേ സുഭാഷേട്ടൻ്റെ ആ ഒരു തരി മണ്ണു പുരണ്ട മനസ്സിൻ്റെ 7 അയലത്ത് പോലും എത്തിക്കാൻ ജന്മങ്ങളെടുക്കും. നിധിയുടെ വാക്കുകൾ ഓരോന്നും സുധീഷിൻ്റെ നെഞ്ചിൽ കനലായി വീണു. ഹരീഷ് അപ്പോഴും ഒരു മൂലയിൽ തല താഴ്ത്തി നിൽക്കുകയാണ്. തൻ്റെ ഏട്ടൻ ഇങ്ങനെ ആവുമെന്ന് അവൻ ഒരിക്കലും കരുതിയിരുന്നില്ല. രാത്രിയായിട്ടും ആരും ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. സുഭാഷേട്ടൻ ആ ഇരട്ടത്തും കിണറ്റുകരയിൽ തന്നെ പോയിരുന്നു. അങ്ങോട്ടേക്ക് പതിയെ നടന്നു വന്ന നിധി അദ്ദേഹത്തിൻ്റെ അരികിലിരുന്നു. ഏട്ടൻ വിഷമിക്കണ്ട, ഏട്ടൻ തോറ്റിട്ടില്ല, തോറ്റത് അവനാണ്, ആ സുഭാഷ്. സുഭാഷ് കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു, അല്ല മോളെ, അവൻ എന്നെ തല്ലിയതല്ല. എൻ്റെ സങ്കടം അവൻ അത്രയേറെ കള്ളം നിന്നോട് പറഞ്ഞല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. ഞാനൊരു മേസ്തിരിയാണെന്ന് പറയാൻ അവന് നാണക്കേടായിരുന്നു. ആ നാണക്കേട് മാറ്റാൻ അവൻ നിന്റെ ജീവിതം വെച്ചാ കളിച്ചത്. ആ രാത്രി സുധീഷ് തൻ്റെ മുറിയിൽ തനിച്ചായിരുന്നു. തൻ്റെ അഹങ്കാരവും മിഥ്യാഭിമാനവും കാരണം സ്നേഹിച്ച പെണ്ണിൻ്റെ കൂടപ്പിറപ്പികളുടെയും മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ താൻ വെറും വട്ടപൂജ്യമായി മാറിയെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൻ പതുക്കെ പുറത്തിറങ്ങി സുഭാഷേട്ടൻ്റെ കാലിൽ വന്നിരുന്നു. ഒന്നും പറഞ്ഞില്ല. ആ കാൽപാദങ്ങളിൽ തല വെച്ചുകൊണ്ട് തന്നെ അവൻ പൊട്ടിക്കരഞ്ഞു. ക്ഷമ ചോദിക്കാൻ പോലും വാക്കുകളില്ലാതെ സുധീഷ് ഉരുകുകയായിരുന്നു. സുഭാഷേട്ടൻ ആ കൈകൾ പിടിച്ചുയർത്തി അവനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. പക്ഷേ നിധി ദൂരെ നിന്ന് അതെല്ലാം തന്നെ നോക്കിക്കാണുന്നുണ്ടായിരുന്നു. അവളുടെ മനസ്സിൽ സുധീഷിനോടുള്ള സ്നേഹത്തേക്കാൾ വലിയൊരു മതിൽ അന്ന് അവിടെ ഉയർന്നു കഴിഞ്ഞിരുന്നു. ആ മതിലുകൾ ഇനി എന്നാണ് ഇടിഞ്ഞു വീഴുക എന്നറിയാൻ നമുക്ക് കാത്തിരുന്ന് കാണട്ടോ. വരും എപ്പിസോഡുകളിൽ ഇനി ത്രില്ലിംഗ് ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ള അടിപൊളി സംഭവങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം.